വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കല്ലേൽ ചുട്ട മീൻ, അതാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനലുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈലിൽ അടിയിൽ കനലിട്ട് അതിൻ്റെ മുകളിൽ പരന്നിരിക്കുന്ന പാറക്കല്ല് വെച്ച് അത് ചൂടാക്കി അതിൻ്റെ മുകളിൽ എണ്ണ ഇട്ടിട്ടാണ് ഗൈസ് നമ്മളിന്ന് മീൻ ചൂടാൻ പോണത്. അപ്പോൾ വീഡിയോ വേറെ ലെവലായിരിക്കും. ഞാൻ ഈ സംഭവം പേഴ്സണലി ട്രൈ ഒന്നും ചെയ്തതൊന്നും നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് സംഭവം ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിന്ന് മീനാണ് ചൂടാൻ പോണത്, പിലോപ്പിയും അതുപോലെ തന്നെ പിലോപ്പിയും വേറെ ഏതൊരു മീനും കൂടി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മീനാണ് കരിപ്പിടി. കരിപ്പിടിയാണ് കേസ് നമ്മളിന്ന് ചൂടാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ലെവൽ വീഡിയോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സൗണ്ടിന് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാവും. ഞാൻ മൈക്കൊന്നും കുത്തിയിട്ടില്ല, കാരണം കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ മൈക്കൊക്കെ കുത്തി സംസാരിക്കുന്നത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് മൈക്കൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇതേ നമ്മുടെ അടുപ്പുകൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അടുപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി അടുപ്പ് നിങ്ങൾക്ക് വേണ്ടി കാട്ടി തരാം. നമ്മൾ എന്തായാലും ട്രഡീഷണൽ രീതിയിലുള്ള അടുപ്പ് സെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള അടുപ്പ് എങ്ങനെയാണെന്ന് കാട്ടി തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള അടുപ്പാണ് കേട്ടോ. അത് ഇതേ കണ്ടോ, ഇത് മുകളിൽ അവിടെ ഒരു പൈപ്പ് ഇട്ടേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക പോകാനാണ്. അപ്പോൾ അത് കത്തുമ്പോൾ നല്ലോണം പുക പൊക്കോളും. അതിപ്പോൾ പുക ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളൂ. കണ്ടോ, ഇവിടെ അതിൻ്റെ ഒരു ഹോളുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ പുക വന്ന് പൊക്കോളും. അപ്പോൾ അതാവുമ്പോൾ കറക്റ്റ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മുകളിലേക്ക് അങ്ങോട്ട് പൊക്കോളും. ഇവിടെ അധികം പുകയൊന്നും ആവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഈ 4 സൈഡ് നമ്മൾ ചെളി വെച്ച് പൊത്തി മൂടിയിട്ടുണ്ട്. പിന്നെ ഈ കല്ല് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കി, ട്രയൽ നടത്തിയതാണ്. അപ്പോൾ ട്രയൽ നടത്തിയപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പുകയൊക്കെ പോയി. അതുപോലെ തന്നെ ഇതേ കല്ലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മാത്രം, വലുതായിട്ടൊന്നും ചൂടായിട്ടില്ല. ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ചവറിട്ട് അങ്ങോട്ട് കത്തിച്ചോളൂ. അപ്പം ഇനി നമുക്ക് മീനിൻ്റെ മസാലയൊക്കെ പറ്റണതിൻ്റെ വീഡിയോ ഒക്കെ കാണാം. ഓക്കെ. അപ്പോൾ കഴിച്ച് നമ്മൾ നമ്മുടെ മീനെയൊക്കെ അങ്ങോട്ട് എടുത്ത് ഒന്ന് അങ്ങോട്ട് വരണ്ടി കൊടുക്കാനിട്ട കത്തി കൊണ്ട് നമ്മൾ തൊലിയൊക്കെ ആദ്യം തന്നെ പൊളിച്ച് കളഞ്ഞു, വന്നിട്ടാണ് വരണ്ടണത്. അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ പറ്റുമ്പോൾ കറക്റ്റായിട്ട് മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിൽ പോയി പിടിച്ചിരിക്കും. അപ്പോൾ ചുടുമ്പൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരണ്ടി ഒന്ന് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എല്ലാ മീനുകളും വരണ്ടി കഴിഞ്ഞിട്ട് മസാലയുടെ കൈപ്പൊടികളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാ മീനും വരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മിക്സി അങ്ങോട്ട് എടുത്ത് മിക്സിയുടെ ഉള്ളിൽ കുറച്ച് കുരുമുളക്, നമ്മൾ നേരത്തെ കഴുകി വെച്ച കുറച്ച് കുരുമുളക് എടുത്ത് അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കുരുമുളക് ഇടാം കേട്ടോ. ഞങ്ങൾ കുറച്ച് കൂടുതലാണ്, ആ സ്ലോ മോഷനിലേക്ക് കാണുമ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നുള്ളൂ. ഇനി കുരുമുളകിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടണം. ഓക്കെ. അത് ഞങ്ങൾ തൊണ്ടൊന്നും പൊളിക്കാണ്ട് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി ഇട്ടേക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇഞ്ചി അരിഞ്ഞിടാം. ഓക്കെ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചുള്ള എത്ര ഇഞ്ചി വേണമെന്ന് വെച്ച് നിങ്ങൾക്ക് ഇഞ്ചി ഇടാം. ഞങ്ങളിവിടെ ഏകദേശം 1.5 ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടി എരിവ് അനുസരിച്ചിട്ടാണ്. ഞങ്ങളിവിടെ കാശ്മീർ ചില്ലിയാണ് ഇട്ടേക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മുളകും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല മുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയുടെ അതിൽ തൊണ്ടൊന്നും പൊളിച്ചിട്ടില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ചെറിയുള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലേക്ക് വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഏകദേശം പേസ്റ്റ് തരത്തിൽ അരച്ചെടുക്കണം. നല്ലോണം അത് പേസ്റ്റ് ആവണ വരെ നല്ലോണം അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മൾ അടിച്ചപ്പോൾ പേസ്റ്റ് ആയില്ല, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് പേസ്റ്റ് ആവുള്ളൂ. ഞങ്ങൾ അത് ഒഴിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പേസ്റ്റ് രൂപത്തിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങയും കൂടി പിഴിയാം കേട്ടോ. ഞങ്ങൾ കുറച്ച് നാരങ്ങയും കൂടി പിഴിയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പിഴിയാം.
അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ എല്ലാ മീനുകൾ നമ്മൾ ചട്ടിയിലേക്ക് ഇടാണ്. അത് കഴിഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി നല്ലോണം മിക്സ് ആക്കട്ടോ. എല്ലാ ഭാഗത്തും മീനിൻ്റെ മസാലയൊക്കെ എത്തി നല്ലോണം മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ എല്ലാ മീനുകളും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. നമ്മുടെ ആ വരണ്ടിയ വരയുടെ ഉള്ളിലേക്കൊക്കെ മസാല അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ച മീൻ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ അത് ഫ്രിഡ്ജിലിരിക്കണം. ഫ്രണ്ട്സേ, നമ്മളിപ്പോൾ അടുപ്പിന് തീ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മൾ ഉള്ളിൽ ചിരട്ടയും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാരമിട്ട് മണ്ണണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലോണം തീ പിടിക്കണം, കാരണം പാറകല്ല് ഫുള്ള് ചൂടാവണ്ടേ. അപ്പോൾ ഫുള്ള് ചിരട്ട വെച്ച് ഫുൾ കനലാക്കി സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ പാറകല്ല് ഇങ്ങനെ ചൂടായി ഇങ്ങനെ സെറ്റായിരിക്കുള്ളൂ. പുക ഇവിടെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്ല് ഇവിടെ ഓൾറെഡി ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഫുൾ സെറ്റായി ചൂടായിട്ടില്ല. നമുക്ക് മീനൊന്നും വെക്കാറൊന്നും ആയിട്ടില്ല. അതേ നമ്മുടെ പുക ഹോളിലൂടെ പുകയൊക്കെ പോകണുണ്ടോ, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാനുണ്ടോ, ഞാൻ ബാക്ക് ക്യാമറയിലൂടെ കാട്ടിത്തരാം. ഇതേ നമ്മുടെ തീ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ മോളിൽ കൂടെ നല്ലോണം പുകയും പോകുന്നുണ്ട് കേട്ടോ. അതെ, തീ സെറ്റായി പുകയായി. ഇനി നമ്മുടെ മീനും കൂടി വെക്കേണ്ട താമസം കൂടി ഉള്ളൂ. ഇതേ നമ്മൾ കുറച്ച് ഓയിൽ അങ്ങോട്ട് പറ്റി കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇതേ നിങ്ങൾക്ക് ആ ഓയിൽ അവിടെ കിടന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളക്കിന് കാണാം. അപ്പോൾ കല്ലിപ്പോൾ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെക്കണം. അപ്പോൾ ആ മീൻ വയ്ക്കുന്നതിനേക്കാളും മുമ്പ് കയ്യിൽ ഓയിലൊന്ന് അടിച്ചു കൊടുത്താണ്. ഇപ്പോൾ കഴിച്ചേ നമ്മളിപ്പോൾ മീനെ ഇടാൻ പോവാണ്. അപ്പോൾ കല്ല് അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ഇട്ടുണ്ട്. അവിടെ നമ്മുടെ മീൻ ഇരിക്കണുണ്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മീൻ അവിടെ നിന്ന് നേരെ എടുത്ത് ഇടുക്കി വയ്ക്കാൻ പോകണം കേട്ടോ. കല്ല് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ലോണം കല്ല് കൈ വെച്ചാൽ കൈ പൊള്ളും. ആ ഒരു ഇതിലാണ് കല്ല് ചൂടായേക്കണേ. നമ്മുടെ മീൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. 3 മീനാണ് ഏകദേശം ഈ ഒരു കല്ല് കൊള്ളാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ 3 മീനുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇവിടെ കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര ടൈം എടുക്കുമെന്ന് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എത്ര ടൈം എടുത്തു ഇതാവാൻ. കുറച്ച് പ്ലാനിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടായി. കാരണം മീൻ കല്ലുമ്മ മാത്രം വെച്ചപ്പോൾ അത് ഒട്ടി പിടിച്ചു, അതിന്റെ തൊലിയൊക്കെ ഒട്ടി പിടിച്ചു. അപ്പോൾ അതേ നമ്മളിപ്പോൾ വാഴയില വെച്ച് വാഴയിലയുടെ മുകളിലാണ് മീനെ സെറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ ഒരു ഐഡിയയും കൂടി ചെയ്യാൻ പോണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ തീ കത്തിക്കൊണ്ടിരിക്കണുണ്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പുക പോണ അടുപ്പിലൂടെ തീ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ റോക്കറ്റ് അടുപ്പ് മാതിരി മുകളിലേക്ക് ഏകദേശം ഈ ഒരു ഹൈറ്റ് വരെ തീ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു പാൻ സെറ്റ് ചെയ്ത് അവിടേക്ക് കൂടി ഒരു മീൻ വെക്കാൻ പോവാണ്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ട്രൈ. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ എണ്ണയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അടിയിലത്തെ 3 മീനും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മൾ പാൻ മാറ്റി ഇപ്പോൾ ചെറിയൊരു ഗ്രില്ല് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഒരു മീൻ സിൽവർ ഫോയിൽ പൊതിഞ്ഞിട്ടാട്ടോ വെച്ചേക്കണേ. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് കരിയാതെ കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാ. ഇതേ നമ്മുടെ മീനാണ് കേട്ടോ. ഇവിടെ അതേ നല്ലോണം വെന്ത് പുട്ടുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. അതേ പൊളിഞ്ഞ് വന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതേ ഇപ്പം മീൻ എടുക്കാൻ പോകണം. വാഴയിലയുടെ കൂടെ തന്നെയാണ് നമ്മൾ മീനെ എടുക്കാൻ പോകണം. ഇതേ നമ്മുടെ അടുപ്പല്ല, നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് എടുത്തു കേട്ടോ. കാരണം നമ്മൾ അടുപ്പ് ഓൾറെഡി നല്ലോണം ചൂടാക്കി സെറ്റാക്കിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് കറക്റ്റ് 20 മിനിറ്റ് എടുത്തു. നിങ്ങളതിലും വെക്കുമ്പോൾ ആദ്യം തന്നെ കല്ല് നല്ലോണം ചൂടാക്കണം. പിന്നെ നമ്മുടെ മുകളിലെ റോക്കറ്റ് അടുപ്പിൻ്റെ മാതിരി വെച്ചേക്കണ മീൻ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മീൻ ഇപ്പോൾ എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഓൾറെഡി സെറ്റായി നല്ലോണം മൊരിഞ്ഞൊക്കെ വന്നു കേട്ടോ. ഇതേ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേ പുട്ടുമാതിരി ഇങ്ങനെ പൊളിഞ്ഞ് വന്നു. നല്ല ജ്യൂസി ആട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ ടെസ്റ്റും കൂടി ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ചൂടാണ്. എന്തായാലും നമ്മളൊരു പീസ് ആവിയൊക്കെ പോണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ചൂടാണ്. അപ്പോൾ ഇതേ നമ്മുടെ മീൻ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അതേ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇരുട്ടായിട്ടോ ആക്ച്വലി. ഇതേ
നല്ല നമ്മൾ പുട്ടുമാതിരി ഇരിക്കണേ. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് നല്ല സോഫ്റ്റ് ഉണ്ടാവും, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ കല്ലുമ വെച്ച് ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് നല്ലോണം വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചെക്കന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇതേ നമ്മുടെ മീനൊക്കെ ഇവിടെ ലാസ്റ്റ് സെറ്റാണ് ഇപ്പോൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് 3 മീനും കൂടിയും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളായി കൂടി ഒരു 3 മീനാണ് ട്രയൽ നടത്താമെന്ന് വെച്ചു. പക്ഷേ ആദ്യത്തെ 3 മീൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ കുളത്തിൽ നിന്ന് മീനെ പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഫുള്ള് മീനുകൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് ചുട്ടുണ്ട്. ഇതേ നമ്മുടെ റോക്കറ്റ് അടുപ്പിൽ മീൻ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ നിർദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം വേറെ ലെവലാണ്.